ഒരു ട്രൗസർ മനോജും മറ്റേ ഇത് നിങ്ങൾ അത് ചോദിക്കാനാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു. ഈ ടി.പി. ചന്ദ്രശേഖരൻ്റെ കൊലക്കേസ് ഒരു തരത്തിലും ജില്ലയിലെ പാർട്ടിയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഞങ്ങളെ ബാധിച്ചിട്ടില്ല. പാർട്ടിയെ ബാധിച്ച പ്രശ്നമില്ല. അത് പാർട്ടിക്ക് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. തീരുമാനിച്ചുറപ്പിച്ച് ആലോചിച്ച് അതൊക്കെ വെറും വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിലും CPM ഇന്ന് വരെ ഏർപ്പെട്ടിട്ടില്ല. എളമരം കരീമിന്റെ സ്വന്തം വാർഡിൽ BJP ഒന്നാം സ്ഥാനത്തെത്തുന്നത് LDFന്റെ വാർഡാണ്, CPMന്റെ വാർഡാണ്. എന്നെ അതിൽ ബോധപൂർവം പ്രതി ചേർത്ത് ചെറുതാണെങ്കിലും CPMനെ അടിക്കാനുള്ള ഏത് വടിയും നിങ്ങൾ ഉപയോഗിക്കും. CPM ലീഗിനെ ക്ഷണിക്കുന്നു എന്നുള്ളതും ഈ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഒരു അമിതമായ താല്പര്യത്തിന്റെ ഭാഗമായി പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ. ക്ഷണിച്ചാൽ നിങ്ങൾ പങ്കെടുക്കുമോ? ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കും. CPM ജില്ലാ സെക്രട്ടറി P. മോഹനാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. 2015 ഒരു വടകര സമ്മേളനത്തിലാണ് മാഷ് ചുമതല ഏറ്റെടുക്കുന്നത്. ഇപ്പോൾ മറ്റൊരു വടകര സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടും ആ പദവിയിൽ നിന്ന് ഒഴിയേണ്ടി വരും. ഈ 10 വർഷക്കാലത്തെ നീണ്ട കാലയളവിൽ ഒരു വലിയ നേട്ടമായി കണക്കാക്കപ്പെടുന്ന എന്തൊക്കെയാണ്? 10 വർഷക്കാലത്ത് ഇത് വ്യക്തിപരമായ ഏതെങ്കിലും ഒരു നേട്ടമല്ല ഇതൊന്നും. ഞങ്ങൾ ജില്ലയിലെ പാർട്ടി നേതൃത്വം സംസ്ഥാന പാർട്ടി നേതൃത്വത്തിൻ്റെ സഹകരണത്തോടും സഹായത്തോടും എല്ലാം ഇതിൻ്റെ എല്ലാം ഭാഗമായി ജില്ലയിലെ പാർട്ടിക്ക് വലിയ മുന്നേറ്റം, സംഘടനാപരമായും ബഹുജന പിന്തുണയിലും എല്ലാം വലിയ വളർച്ചയും മുന്നേറ്റവും ഈ കാലയളവിൽ ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൊതുവെ പറയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലയിലുണ്ടായിട്ടുള്ള വിജയമായിരിക്കും ആശാൻ എടുത്തു പറയുന്നുണ്ടായിരിക്കും. കാരണം 13 നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ വടകരയും കൊടുവള്ളിയും ഒക്കെ ഒഴിച്ചു നിർത്തിയാൽ വലിയ വിജയം ഉണ്ടായിട്ടുണ്ട്. അതായിരിക്കുമല്ലോ മാഷിൻ്റെ ഒരു വലിയ നേട്ടമായി പറയാൻ സാധിക്കും. അത് ഒരു വലിയ നേട്ടം എന്നുള്ള നിലയിൽ അതിലല്ല ഞങ്ങൾ ഈ പാർലമെൻ്ററി ഈ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ പദവികൾ പാർട്ടിക്ക് എത്രത്തോളം വിജയിക്കാൻ കഴിഞ്ഞു അതൊരു ഘടകം തന്നെ. പക്ഷേ ഞങ്ങൾ അതിനേക്കാളും ഏറെ ഞങ്ങൾ പ്രാധാന്യത്തോടു കൂടി ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് പാർട്ടിയുടെ അടിത്തറ വിപുലമാക്കുക. ഞങ്ങളുടെ ഒരു പരമമായ ലക്ഷ്യം കോഴിക്കോട് ജില്ലയിലെ പകുതിയിലേറെ ജനസാമാന്യത്തിൻ്റെ പിന്തുണയുള്ള പാർട്ടിയായി CPMനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിലേക്ക് ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ടും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വീഴുമ്പോഴും പക്ഷേ ഇതേ വോട്ടിംഗ് പാറ്റേൺ കാണാറില്ല. അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എളമരം കരീം മത്സരിച്ചപ്പോൾ പാർട്ടിയുടെ വോട്ട് വിഹിതത്തിൽ പോലും വലിയ കുറവുണ്ടായി. വലിയ കുറവെന്ന് പറഞ്ഞാൽ 3-4% കുറവുണ്ടായി. അപ്പോൾ എളമരത്തെ പോലെ വലിയൊരു മുതിർന്ന നേതാവ് മത്സരിച്ചിട്ടും എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സെറ്റ് ബാക്ക്? അതൊരു സംഘടനാപരമായ സെറ്റ് ബാക്കായി കണക്കാക്കുന്നുണ്ട്. അത് ഇവിടെ മാത്രമല്ലത് കേരളത്തിൽ കാണാൻ കഴിഞ്ഞ ഒരു പൊതുപ്രവണതയാണ്, രാജ്യത്ത് തന്നെ പൊതുപ്രവണതയാണ്. അത് ഇതുമായി ഈ നിലയിലല്ല. അതൊരു ശരിയായ കൃത്യതയോടെയുള്ള വസ്തുതാപരമായ വിലയിരുത്തലായിരിക്കില്ല. കോഴിക്കോട് ഒരു പ്രത്യേക സാഹചര്യം ഉണ്ടായിരുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത് ഒന്ന്, ഈ എളമരം കരീമിൻ്റെ പ്രചരണം തുടങ്ങുമ്പോൾ ഒരു കരീം ക പ്രയോഗം നടത്തുകയും അത് പ്രചാരണത്തിന് ആ ഒരു ടാഗ് ലൈൻ ഉപയോഗിക്കുകയും ചെയ്തു. നോ അങ്ങനെയൊന്നും അതൊന്നും വസ്തുതാപരമായിട്ട് ഉള്ള ഒരു വിലയിരുത്തലേ അല്ല. അതൊക്കെ പ്രചരണത്തിൻ്റെ ഭാഗമായി ഒരു പോസ്റ്ററിൽ കണ്ടു എന്നുള്ളതൊക്കെ. അതല്ലാതെ അത് UDF പലതും പറയും. അതൊന്നും അല്ല വസ്തുത. അങ്ങനെയായിരുന്നെങ്കിൽ വടകര ഞങ്ങൾക്ക് അത് വോട്ട് ഞങ്ങൾ ജയിക്കണ്ടേ, അല്ലെങ്കിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയണ്ടേ? കേരളത്തിൻ്റെ ഞങ്ങൾ കേരളത്തിൽ ഒരു സീറ്റിലല്ലേ ഇത് ഇവിടെ ഈ ആലത്തൂർ മണ്ഡലത്തിലല്ലേ ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചിട്ടുള്ളൂ. ഒരു ആത്മപരിശോധനയുടെ വിഷയമുണ്ടല്ലോ. എളമരം കരീമിൻ്റെ സ്വന്തം വാർഡിൽ BJP ഒന്നാം സ്ഥാനത്തെത്തുന്നത് LDFന്റെ വാർഡാണ്, CPMന്റെ വാർഡാണ്. ആ വാർഡിൽ BJP ഒന്നാം സ്ഥാനത്തെത്തുന്നു. നിങ്ങളിങ്ങനെ അതിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ട് അങ്ങനെ ഒരു നിലയല്ല. അങ്ങനെ ചിലയിടത്തൊക്കെ താൽക്കാലികമായി ചിലയിടത്ത് BJP വന്നിട്ടുണ്ട്. അതൊക്കെ മാറി മറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ അത് വേറെ ഏതെങ്കിലും അത് ഒരു വാർഡ് എന്നുള്ളതല്ലോ. അല്ലല്ല അതൊന്നും ഒരു ട്രെൻഡ്. അങ്ങനെ ആയിരുന്നെങ്കിൽ ചിലയിടത്ത് BJP ഇപ്പോൾ പിന്നെ മറ്റു ചിലയിടത്ത് വന്നിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു വാർഡിൻ്റെ മാത്രമല്ല, ഇത് ഒക്കെ താൽക്കാലികമായി ഉണ്ടാകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ചില പ്രതിഭാസങ്ങളാണ്. ഇപ്പോൾ ലീഗിനെ ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട സെമിനാറിലേക്ക് ക്ഷണിക്കുന്നത് മാഷാണ്. അതിനുശേഷം ഈ
പല വേദികളിലും ലീഗിനെ ഉൾപ്പെടെയുള്ള മതസംഘടനകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. സമസ്തയുടെ നേതാവ് CPM സംഘടിപ്പിച്ചൊരു വേദിയിൽ നിസ്കരിക്കുന്നു. അപ്പോൾ ഒരു ന്യൂനപക്ഷ പ്രീണനത്തിൻ്റെതായിട്ടുള്ള സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാവുകയും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാവുകയും ചെയ്തു എന്നുള്ളതാണ് ഒരു വിലയിരുത്തൽ. അതൊന്നും ഒരു വസ്തുതാപരമായ വിലയിരുത്തലേ അല്ല. അതൊക്കെ ഓരോ സന്ദർഭത്തിലും ഞങ്ങൾക്കെതിരായിട്ട് നടത്തുന്ന ഞങ്ങളുടെ എതിരാളികളുടെ പ്രചരണത്തിൻ്റെ ഭാഗം മാത്രമാണ്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ ഞങ്ങൾ പറ്റി ഈ ആക്ഷേപം ഉന്നയിച്ചു. ഞങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു. യഥാർത്ഥത്തിൽ അങ്ങനൊരു ആ വാക്ക് തന്നെ ശരിയല്ല. ന്യൂനപക്ഷങ്ങളോടുള്ള CPMൻ്റെ നിലപാട്, കമ്മ്യൂണിസ്റ്റുകാരുടെ നിലപാട് എല്ലാ കാലത്തും ഒന്നാണ് മതന്യൂനപക്ഷങ്ങളോട്. യഥാർത്ഥത്തിൽ ഞങ്ങൾ എല്ലാ വർഗീയതയുമാണ് എതിർക്കുന്നത്. ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ വലിയൊരു റാലി സംഘടിപ്പിക്കുന്നു. പലസ്തീൻ ഐക്യദാർഢ്യത്തിന് വേണ്ടി റാലി സംഘടിപ്പിക്കുന്നു. പൗരത്വ നിയമത്തിൻ്റെ കാര്യത്തിൽ റാലി സംഘടിപ്പിക്കുന്നു. ഇവിടെയൊക്കെ ലീഗിനെ ഉൾപ്പെടെ ക്ഷണിക്കുകയാണ്. നേരത്തെ UDFനകത്ത് നിന്ന് ഒരു കക്ഷിയെ മാത്രം ക്ഷണിച്ചുകൊണ്ട് അവർ വരാണ്ടിരുന്നത്. പക്ഷേ CPM ലീഗിനെ ക്ഷണിക്കുന്നു എന്നുള്ളതും ഈ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഒരു അമിതമായ താല്പര്യത്തിൻ്റെ ഭാഗമായി പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അതൊന്നും ഒരു വസ്തുതാപരമായി ശരിയേ അല്ല. ലീഗിനെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞത് ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കും ഇതായിരുന്നല്ലോ അന്ന്. അവരോട് ചോദിച്ചു പത്രക്കാർ, നിങ്ങൾ തന്നെ ക്ഷണിച്ചാൽ നിങ്ങൾ പങ്കെടുക്കുമോ? ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കും. അവരും ഇതിനെ എതിർക്കുന്നവരാണെന്നാണ് അത് ആ കാലത്തിൽ അവർ പ്രകടിപ്പിച്ചിട്ടുള്ള അഭിപ്രായം. ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കും, ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കും എന്ന് ഞങ്ങൾ ക്ഷണിച്ചു. അവർ പങ്കെടുത്തില്ലല്ലോ. എന്നാൽ ക്ഷണിച്ചൊക്കെ ഒരു തെറ്റായിപ്പോയി തോന്നിയിട്ടുണ്ട്. ക്ഷണിച്ച തെറ്റല്ല. ഞങ്ങളെന്താന്ന് പറഞ്ഞാൽ ഏതെങ്കിലും സങ്കുചിതമായ വൃത്തത്തിൽ നിന്നിട്ടല്ല. അന്ന് ഈ കാണിച്ച ന്യൂനപക്ഷ സ്നേഹം അത് പാർട്ടിക്കൊരു തിരിച്ചടിയായി എന്നതിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മാഷ് ഉൾപ്പെടെ ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വലിയ തോതിൽ രംഗത്തെത്തുന്നു. ലീഗിന് പോലും ജമാഅത്തെ ഇസ്ലാമി ബന്ധമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു. മുഖ്യമന്ത്രി പാണക്കാട്ടെ തങ്ങളെ വിമർശിക്കുന്നു. അപ്പോൾ ഒരു തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ട് നേരത്തെ സ്വീകരിച്ചൊരു പ്രീണന നയം ഇപ്പോൾ അതിനൊക്കെ വിമർശിച്ച് രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. അതല്ല, അത് നിങ്ങൾ അത് ഒന്നുകിൽ നിങ്ങളത് അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു. യഥാർത്ഥത്തിൽ എന്താണ് ജമാഅത്തെ ഇസ്ലാമിയെ, ഞങ്ങൾ എല്ലാ കാലത്തും ജമാഅത്തെ ഇസ്ലാമിയോടുള്ള ഞങ്ങളുടെ നിലപാട് ഖണ്ഡിതമാണ്, ഒന്ന് തന്നെയാണ്, സ്ഥായിയായിട്ടുള്ള നിലപാടാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പേരെടുത്ത് ഞങ്ങൾ പലപ്പോഴും വിമർശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോൾ ഇന്ത്യയുടെ മുസ്ലിം ലീഗിൻ്റെ പേരെടുത്ത് പ്രത്യേകം വിമർശിക്കേണ്ട രാഷ്ട്രീയമായിട്ട് നേരത്തെയുള്ള വിയോജിപ്പും അതുപോലെ തന്നെ വിമർശനങ്ങളും മാത്രമല്ല, ഇപ്പോൾ കുറച്ച് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ നിർബന്ധിതമാകുന്നത് ജമാഅത്തെ ഇസ്ലാമിയെ കൂടി UDFൻ്റെ ഭാഗമാക്കി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിനെതിരായി അണിനിരത്തുന്നതിന് പ്രകടമായ നിലയിൽ UDF, കോൺഗ്രസും എല്ലാം വരുന്നു. ലീഗിനെയാണ് അതിനുപയോഗിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, അതെ, പാണക്കാട് സാദിഖ് അലി തങ്ങൾ, അദ്ദേഹം മാതൃഭൂമി പത്രത്തിനാണെന്ന് തോന്നുന്നു നൽകിയ ഒരു അഭിമുഖത്തിൽ ജമാഅത്തെ ഇസ്ലാമിയെ പ്രകടമായി ന്യായീകരിക്കുകയാണല്ലോ. അവരുടെ വോട്ട് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട്, അവർ ഞങ്ങളുടെ ഒരു ഭാഗമാണെന്ന നിലയിൽ തന്നെയാണല്ലോ. ആരാണ് ജമാഅത്തെ ഇസ്ലാമി? ജമാഅത്തെ ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യം മതരാഷ്ട്രവാദമാണല്ലോ. ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നു, ഞങ്ങൾ നേരത്തെ പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത് ഇടതുപക്ഷത്തിനാണ്, CPMനാണ്. അത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയല്ല, തീരുമാനിച്ചുറപ്പിച്ച് ആലോചിച്ച് അതൊക്കെ വെറും വ്യാഖ്യാനങ്ങൾ മാത്രമാണ്. ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിലും CPM ഇന്ന് വരെ ഏർപ്പെട്ടിട്ടില്ല. ഒരു കസേരയ്ക്ക് അപ്പുറം അപ്പുറം ഇരുന്ന് തീരുമാനിച്ചു. അതൊക്കെ വെറുതെ ഇതിനൊക്കെ ഇപ്പോൾ എന്തെങ്കിലും ഒരു തർക്കുത്തരം പറയുന്നത് പോലെ ചില ന്യായവാദങ്ങൾ ജമാഅത്തെ ഇസ്ലാമി അകറ്റി നിർത്തിയെന്ന് മാഷ് പറയുന്നു. ആ അകറ്റി നിർത്തിയ കാലത്ത് ജമാഅത്തെ ഇസ്ലാമി ചേർന്നിരുന്നത് CPM? നോ, ഒരിക്കലുമില്ല. ജമാഅത്തെ ഇസ്ലാമി CPMനോട് ഒരിക്കലും ചേർന്ന് നിന്നിട്ടില്ല. അങ്ങനെ വെൽഫെയർ പാർട്ടി ഉണ്ടായ കാലത്ത് മുക്കത്തെ CPM അങ്ങനെ ഒരു ഐക്യമുന്നണി ഉണ്ടാക്കിയിട്ടില്ല, ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല. ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ വിമർശിക്കാനുള്ള കാരണം പാർട്ടിയിലെ ഭൂരിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടായി, അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? അത് ഫലമായിക്കോട്ടെ, പാർട്ടിയിൽ ഭൂരിപക്ഷ സമുദായത്തിന് വലിയ പിന്തുണ ഉണ്ടായി. ഭൂരിപക്ഷ സമുദായമൊന്നും ന്യൂനപക്ഷ സമുദായമൊന്നുമല്ല, ചിന്തിക്കുന്ന ജനങ്ങൾ ഉണ്ട്. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. അതിവിടെ എല്ലാവർക്കും അറിയാലോ. ഞങ്ങളുടെ പാർട്ടി നേതൃത്വം തന്നെ പലവട്ടം വ്യക്തമാക്കിയതാണ്, ഞാനിപ്പോൾ ആവർത്തിക്കുകയും ചെയ്തു. പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണ്. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ
13-ൽ 11 സീറ്റുകളും CPM-ൻ്റെതാണ്. 2 സീറ്റുകൾ നഷ്ടപ്പെട്ടത് ഒന്ന് വടകരയാണ്, ഒന്ന് കൊടുവള്ളിയാണ്. വടകര പക്ഷേ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു. വടകര നഷ്ടപ്പെട്ടത് TP ചന്ദ്രശേഖരൻ്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണല്ലോ. അതൊരു വലിയ തെറ്റായിപ്പോയി എന്ന് തോന്നിയിട്ടുണ്ട്. അതിനുശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ വടകരയിൽ? ഈ TP ചന്ദ്രശേഖരൻ്റെ കൊലക്കേസ് ഒരു തരത്തിലും ജില്ലയിലെ പാർട്ടിയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. ഞങ്ങളെ ബാധിച്ചിട്ടില്ല. പാർട്ടിയെ ബാധിച്ച പ്രശ്നമില്ല. അത് പാർട്ടിക്ക് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ്. പാർട്ടിക്കെതിരായുള്ള ആരോപണങ്ങൾ മുഴുവൻ അതൊക്കെ എത്രയോ വട്ടം ഞങ്ങളത് സംബന്ധിച്ച് വിശദീകരിച്ച് കഴിഞ്ഞതാണ്. 2012 12 കൊല്ലം പിന്നിട്ടു. 13 കാലഘട്ടത്തിലൊക്കെ മാഷാണ് സെക്രട്ടറി. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, എന്തെങ്കിലും തരത്തിൽ തിരിച്ചടി പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? പാർട്ടിക്ക് ഒരു തിരിച്ചടി, ആ കൊലപാതകത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ. പാർട്ടി അംഗീകരിച്ചിട്ടില്ലല്ലോ. ഒരു കൊലപാതകത്തെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. ഇപ്പോഴും RMP അവിടെ പാർട്ടിയാണ് പ്രതിക്കൂട്ടിൽ കാണുന്നത്. ഇപ്പോൾ മാഷെ പ്രതി ചേർക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട്. ഇപ്പോഴും പ്രതി ചേർക്കണമെന്നല്ല, വിട്ടയച്ചത് ശരിയല്ല. പക്ഷേ മറ്റൊരു വിധി നിങ്ങൾ കാണാതിരിക്കുന്നുണ്ട്. ഹൈക്കോടതിയുടെ ഇപ്പോൾ കഴിഞ്ഞ അതിൻ്റെ അപ്പീൽ വിധിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുടെ ഒരു ഭാഗം, അതെന്തേ നിങ്ങൾ മാധ്യമങ്ങൾ കാണാത്തത്? നിങ്ങളുടെ ചാനൽ എന്താ കാണാത്തത്? എന്നെ അതിൽ ബോധപൂർവം പ്രതി ചേർത്ത് കളവായിട്ട് കേസ് ഫ്രെയിം ചെയ്ത, അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരും സാക്ഷി പറഞ്ഞവരും കളവായി സാക്ഷി പറഞ്ഞവരും വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയിൽ അതുണ്ടോ? ഇപ്പോഴും RMP അല്ല, അതെവിടെ നിൽക്കട്ടെ. ഇതിൽ നിന്നെന്താ വ്യക്തമാകുന്നത്? എന്താ നിങ്ങളുടെ അഭിപ്രായം? കള്ളക്കേസായിരുന്നു നിങ്ങൾക്ക് ബോധ്യമായോ? ഇല്ലെങ്കിൽ കോടതി വിധി അതെ ആ പിന്നെന്താ നിങ്ങൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? അവർ ആരോപിക്കുന്ന CPM-ൻ്റെ അവർ അങ്ങനെ ഒരു രാഷ്ട്രീയ ഘടകമേ അല്ല. അവിടെ 2 പഞ്ചായത്തിൽ, ഒഞ്ചിയത്തും അതുപോലെ ഏറാമലയും 2 പഞ്ചായത്തിലുള്ള ഒരു ചെറു ഗ്രൂപ്പാണ് ഘടകം. UDF, ലീഗ്, കോൺഗ്രസ്, BJP ഇവരെല്ലാം കൂടി, നിങ്ങളുടെ മാധ്യമങ്ങളും കൂടി അതിനെ പർവ്വതീകരിച്ച്, കാരണം ചെറുതാണെങ്കിൽ CPM-നെ അടിക്കാനുള്ള ഏത് വടിയും നിങ്ങൾ ഉപയോഗിക്കും. നിങ്ങൾ മീൻസ് CPM വിരുദ്ധന്മാർ, അതിൽ നിങ്ങളുമുണ്ട്. മാധ്യമങ്ങളിൽ വലിയ വിഭാഗം. അതിൽ RMP എന്ന് പറയുന്നത് CPM-നെതിരായി, CPM-ൻ്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ളൊരു ബിംബമായിട്ടാണ് ഈ മാധ്യമങ്ങളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഉയർത്തിക്കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ KK രമ എന്ന് പറയുന്നൊരു പ്രതീകം TP ചന്ദ്രശേഖരൻ, അതൊന്നും ഒരു നിങ്ങൾ ഈ കാണുന്ന അതൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചു വിടുന്ന പ്രതീകങ്ങളാണ്, അല്ലാതെ ജനങ്ങൾക്കിടയിലുള്ള പ്രതീകങ്ങളല്ല. മാധ്യമങ്ങൾ, അതുകൊണ്ടാണ് KK രമ ജയിക്കുന്നത് അവിടെ. അല്ല, അത് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരാളെ പിന്തുണച്ചാൽ ജയിക്കില്ലേ? എല്ലാ CPM-നെതിരായ വോട്ടായിട്ട് കണക്കാക്കില്ല. അല്ല, അങ്ങനെ ആയിരുന്നെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം വരാൻ പാടുണ്ട. അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കാൻ പാടുണ്ട. അവിടെ വടകരയിൽ KK രമ മത്സരിക്കുമ്പോഴാണല്ലോ TP ചന്ദ്രശേഖരൻ കൊലക്കേസ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. അല്ലല്ല, അതൊന്നല്ല. അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും അത് തന്നെയായിരുന്നു. ഇതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്. ഇപ്പോൾ RMP ആരോപിക്കുന്ന 2 ആരോപണങ്ങൾ മാഷിനെതിരെയുണ്ട്. ഒന്ന്, കുഞ്ഞനന്ദൻ്റെ ഫോണിൽ നിന്ന് മാഷിന് വന്നൊരു കോളും ഒരു പൂക്കട ആരോപണമാണ്. പൂക്കട ആരോപണം പക്ഷേ തെളിവുകളില്ല എന്ന് പറഞ്ഞു. മറ്റേ ആരോപണം പക്ഷേ ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ആരോപണമായിരുന്നില്ലേ? ആര് പറഞ്ഞു? ഫോൺ കോൾ മാഷിൻ്റെ ഫോൺ, ഒരു കോളും എന്നെ ആരും വിളിച്ചിട്ടുമില്ല. എനിക്കതുമായിട്ട് യാതൊരു ഇല്ല. നിങ്ങളെന്തിനാണ് ഇല്ലാത്ത വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കുന്നത്? അങ്ങനെ കോടതിയുടെ മുമ്പ് പോലും അങ്ങനെ ഒരു പരാമർശമില്ല. ഈ ട്രൗസർ മനോജ് ഉൾപ്പെടുന്ന ഒരു ട്രൗസർ മനോജും മറ്റേ ഇത് നിങ്ങൾ അത് ചോദിക്കാനാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു ഇത്തരം കാര്യങ്ങൾ. കാരണം കോടതിയുടെ മുമ്പിൽ പോലും ഒരിക്കൽ പോലും വന്നിട്ടില്ല. ഒരു ഘട്ടത്തിൽ പോലും കോടതിയുടെ മുമ്പിൽ വരാത്തത് ആരും ഉന്നയിക്കാത്ത ആരോപണങ്ങളാണ്. ആര് പറഞ്ഞു? എവിടെ? ആര്? അത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് വിളിച്ച് ചോദിച്ചിട്ട് എന്തോ ഒന്ന് പറയണ്ടേ എന്ന് ചോദിച്ചിട്ട് ഉണ്ടാക്കി കൊണ്ടുവരുന്ന ഒരു സംഗതിയായിരിക്കും. അല്ലാതെ കോടതിയുടെ മുമ്പിലോ നിയമത്തിൻ്റെ മുമ്പിലോ പരിശോധനാ ഘട്ടത്തിലോ ഒന്നുമില്ലാത്ത ചില ആക്ഷേപങ്ങൾ നിങ്ങൾക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നിങ്ങൾ നടത്തിക്കോളൂ. കഴിഞ്ഞ ദിവസം ഒരു ഏരിയ കമ്മിറ്റി അംഗത്തെ പുറത്താക്കിയത്, പ്രമോദിനെ പുറത്താക്കിയിട്ടുള്ള PSC കോഴ ആരോപണം, അതെന്തായിരുന്നു യഥാർത്ഥത്തിൽ? നിങ്ങൾ ഇമാതിരി ഇതാണോ ഉദ്ദേശിക്കുന്നത്? ഞങ്ങളുടെ പാർട്ടി എല്ലാ തെറ്റുകൾക്കുമെതിരായി ശക്തമായ നിലപാടെടുക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ പാർട്ടി അംഗങ്ങൾ, പാർട്ടി മെമ്പർമാർ ബഹുജനങ്ങളിൽ നിന്ന് വ്യത്യസ്തരാണ്. അപ്പോൾ പാർട്ടി അംഗങ്ങൾ ബഹുജനങ്ങൾക്കിടയിൽ പാർട്ടിയുടെ പ്രതീകമാണ്, പാർട്ടിയുടെ മുഖമാണ്. അവരുടെ ഭാഗത്ത് ഏതെങ്കിലും വിധത്തിൽ ഒരു തെറ്റിൻ്റെ ലാഞ്ചന കണ്ടാൽ ഞങ്ങൾ അത് തിരുത്തിക്കുന്നതിന്, അല്ലാതെ ഒരാൾ ശരിയാക്കാനല്ല,
തിരുത്തിച്ച് പക്ഷേ പാർട്ടിയുടെ അദ്ദേഹത്തിന്റെ പാർട്ടി പൊതുനയ അംഗത്വത്തിൽ നിന്ന് പോലും പുറത്താക്കിയല്ലോ. അതേ പുറത്താക്കുമല്ലോ. അത് PSC കോഴ എന്ന് പറയുന്ന ആരോപണമാണ്. അത് നിങ്ങളാണ് PSC കോഴ മറ്റെന്നൊക്കെ പറഞ്ഞത്. നിയമനത്തിന് വേണ്ടി പണം വാങ്ങിയതാണ്. ആര് വാങ്ങി? നിയമനക്കോഴ ഉണ്ടായി. നിങ്ങൾ ഓരോ കോഴ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പിന്നാലെ ഞങ്ങളെ കിട്ടില്ല. പ്രമോദിനെ പുറത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? അതൊക്കെ അപ്പം പാർട്ടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടിയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ധാരാളം ആളുകളുണ്ട്. ധാരാളം ആളൊന്നുമില്ല. ആര് പറഞ്ഞു? പാർട്ടിയിൽ നിന്ന് ധാരാളം ആൾ വിട്ടു നിന്നാൽ പിന്നെ പാർട്ടി ഉണ്ടാവുമോ? സംഘടനാപരമായ ചുമതലയിൽ നിന്ന് ഒഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പാർലമെന്ററി രംഗത്തേക്കൊക്കെ വരാനുള്ളൊരു സാധ്യത. സംഘടനാപരമായ ചുമതലയിൽ നിന്ന് ഒഴിയുന്നു ആര് പറഞ്ഞു? സെക്രട്ടറി ചുമതലയിൽ നിന്ന് ഒഴിയുമ്പോൾ സെക്രട്ടറി ചുമതലയിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടി ഭരണഘടന അനുസരിച്ച് 3 ഇടമാണ്. മാത്രമല്ല ഇത് മാക്സിമം 10 വർഷം കഴിഞ്ഞു. അതെ, കോവിഡ് കാലത്ത് സമ്മേളനത്തിൻ്റെ ഒരു ദൈർഘ്യം വന്നതുകൊണ്ട് 10 വർഷം വന്നു. അത് ഒഴിഞ്ഞാലും സെക്രട്ടറി സ്ഥാനത്ത് ഒഴിഞ്ഞാലും പണ്ടുള്ളവരൊക്കെ ഒഴിഞ്ഞിട്ടുണ്ട്. അവരൊക്കെ പാർട്ടി ചുമതലയിലുണ്ട്. അതുപോലെ പാർട്ടി ചുമതലയിലുണ്ടാകും. ഏറ്റവും പ്രധാനം എന്താണെന്നറിയോ? കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുമായി ഇടപഴകി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരത്തിൻ്റെ സാധ്യത ഉണ്ടോ എന്നുള്ളതാണ്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് എന്തിനാണ് മത്സരിക്കുന്നത്? നിങ്ങൾ മത്സരിക്കുന്നത്. പാർട്ടിക്കുള്ളിൽ ഒരു മത്സരം ഉണ്ടാകുമോ എന്നുള്ളത് അത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. അതൊക്കെ നിങ്ങൾക്ക് ആഗ്രഹിക്കാലോ. അതിന് സാധ്യതയില്ല. നിങ്ങൾക്ക് ആഗ്രഹിക്കാലോ. നിങ്ങൾ ആഗ്രഹിച്ചോളൂ. ഓക്കെ, അവസാനമായി ഒരു പൂർണ്ണ സംതൃപ്തിയോട് കൂടിയിട്ടാണോ ഈ 3 വർഷത്തെ ടേം പൂർത്തിയാക്കി ജില്ലാ സെക്രട്ടറി? എല്ലാം മാത്രമല്ല, ഞാൻ എത്രയോ കൊല്ലങ്ങളായിട്ട് പാർട്ടി അംഗമായിട്ട് വളരെ ചെറിയ പ്രായത്തിൽ 18-19 വയസ്സുള്ളപ്പോൾ പാർട്ടി മെമ്പറായി വന്നതാണ്. ഞാൻ DYFIയുടെ യൂണിറ്റ് തലം മുതൽ പഞ്ചായത്ത്, ബ്ലോക്ക്, താലൂക്ക്, ജില്ല, സംസ്ഥാന ഈ നിലയിലെല്ലാം പ്രവർത്തിച്ച് എത്രയോ കൊല്ലങ്ങളുടെ ഒരു അനുഭവത്തിലാണ്. ഇതിലെല്ലാം സംതൃപ്തനാണ്. ഈ പാർട്ടിയിൽ അംഗത്വം കിട്ടിയെന്നുള്ളത് തന്നെ അഭിമാനകരമായ കാര്യമാണ്. പൂർണ്ണ സംതൃപ്തനാണ്. മാത്രമല്ല, ഞങ്ങളെല്ലാവരും സംതൃപ്തരാണ് പൊതുവിൽ പാർട്ടിക്കാർ. കാരണം ജനങ്ങൾ ഞങ്ങളെ നല്ല നിലയിൽ സ്വീകരിക്കുന്നു, ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നു, ഞങ്ങളോടൊപ്പം അണിനിരക്കുന്നു. പഴയതിനേക്കാളും ഏറെ നല്ല നിലയിൽ ജനങ്ങൾക്കിടയിൽ പാർട്ടിക്ക് സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വീകാര്യത ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്തെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനുള്ള സ്വീകാര്യത വർദ്ധിക്കുന്നുണ്ട്. ഞങ്ങൾ നല്ല സംതൃപ്തരാണ്. ഞങ്ങൾ വീണ്ടും ഇങ്ങനെയൊക്കെ സംതൃപ്തി അടഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കാനല്ല തീരുമാനിച്ചത്. ഞങ്ങൾ പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്താൻ, അതുപോലെ പാർട്ടിയുടെയും ഗവൺമെൻറ്റിൻ്റെയും പിന്നിൽ ജനങ്ങളെ കൂടുതൽ അണിനിരത്താൻ എല്ലാ നിലയിലും ഞങ്ങൾ ഇടപെടും. പാർട്ടിക്കെതിരായി വരുന്ന നിങ്ങളെപ്പോലുള്ളവർ, മാധ്യമങ്ങൾ ഉൾപ്പെടെ നടത്തുന്ന തെറ്റായ, ഹീനമായ പ്രചരണങ്ങൾ സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ ഞാൻ എൻ്റെ ശൈലിയിൽ ഞാൻ പറയാം, 1000 നാവുള്ള പ്രചാരകന്മാരായി ജനങ്ങൾക്കിടയിൽ ഞങ്ങൾക്കെതിരായി, നാടിനെതിരായ എല്ലാ നെറികേടുകൾക്കും തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങളുണ്ടാകും. എല്ലാവിധ ആശംസകളും. ഓക്കെ.